Hi friends, എല്ലാവർക്കും Technic Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടവർ തന്നെ ഒരു 5kV ഇൻവെർട്ടറിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട് മൊത്തത്തിൽ നമുക്ക് ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഹെവി ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ഒരു 5kV എന്ന് പറയുന്നത്. SPS എന്ന് പറയുന്ന കമ്പനിയുടെ 48 വോൾട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ആണ് ഇത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇതിന്റെ ലോഡ് ടെസ്റ്റിംഗ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ കോട്ടയത്ത് ഒരു സോളാർ സിസ്റ്റത്തിൽ 5kV തന്നെ ഒരു സോളാർ സിസ്റ്റത്തിലേക്ക് വേണ്ടി എടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിൻ്റെ മാക്സിമം ലോഡും എല്ലാം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടറിൽ നമുക്ക് 3000 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ലോഡ് ടെസ്റ്റിംഗ് എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ റിവ്യൂ, പിന്നെ അതിനകത്ത് ആ ഇൻവെർട്ടർ ഓൺ ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നതും, പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു എല്ലാ ഡീറ്റെയിൽസാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആ ഇൻവെർട്ടർ അയച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് 5kV ഇൻവെർട്ടർ ആണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കോട്ടയത്ത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എല്ലാ ബാറ്ററി ബാക്കറ്റൊന്നും പൊട്ടിക്കാത്ത രീതിയിലാണ് 48 വോൾട്ട് സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ടിന് 4 ബാറ്ററി വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് LCD പ്ലസ് LED ഡിസ്പ്ലേ ആണ് നമ്മുടെ ഒരു ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പോൾ LED ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മെയിൻസ് ഓൺ, ചാർജിങ് ഓൺ, സിസ്റ്റം ഓൺ, ബാറ്ററി ലോ, പിന്നെ ഇപ്പോൾ സെലക്ട് ഓവർലോഡിങ്, സോളാർ മോഡ്, സോളാർ യൂസ്, UPS മോഡ്, പിന്നെ 3 സ്വിച്ചസ് സോളാർ, UPS, ഓൺ ഓഫ് സ്വിച്ച്. അത്രയും ഡീറ്റെയിൽ ആണ് ഇവിടെ വരുന്നത്. പിന്നെ LCD ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ഈ മെയിൻ സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് കിട്ടി കഴിയുമ്പോൾ മെയിൻ സോൺ എന്ന് ഇൻഡിക്കേറ്റർ തെളിയും, ഡിസ്പ്ലേയിലും അറിയാൻ പറ്റും. ചാർജിങ് ഓൺ എന്ന് പറയുന്നത് KCBന്ന് ബാറ്ററി ചാർജ് ആവേണ്ടെങ്കിൽ ചാർജിങ് ഓൺ എന്ന് ഇൻഡിക്കേറ്റർ തെളിയും. പിന്നെ സിസ്റ്റം ഓൺ എന്ന് പറയുന്നത് ഇൻവെർട്ടർ ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. ബാറ്ററി ലോ എന്ന് പറയുന്നത് ബാറ്ററി ചാർജ് കുറഞ്ഞ് ഏറ്റവും തീരാറായി കഴിഞ്ഞാൽ ബാറ്ററി ലോ എന്ന് അടിച്ച് നമ്മുടെ ഇൻവെർട്ടർ ഓഫ് ആയി പോകും. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഓവർലോഡിങ്, അതായത് നമ്മുടെ ഇൻവെർട്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 3000 വാട്ട്സാണ് കണ്ടിന്യൂസ് ലോഡ് വരുന്നത്. 4000 4500 നമുക്ക് ഇതിനകത്ത് ഓവർലോഡ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ഓവർലോഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ തെളിയും. അപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഓഫ് ആയി പോകും. അപ്പോൾ നമ്മൾ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ സോളാർ മോഡ്. ഇതൊന്നും ഉദ്ദേശിക്കുന്നത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് ആണ്. അതായത് നമ്മളിപ്പോൾ ഇത് ഓഫിൽ ഇടാണെങ്കിൽ നമ്മൾ KCBന്ന് ബാറ്ററി ചാർജ് ആവും. ഇത് ഓണിൽ ഇടാണെങ്കിൽ സോളാറിൽ നിന്ന് മാത്രമേ ചാർജ് ആവുള്ളൂ, KCBന്ന് ബാറ്ററി ചാർജ് ആവില്ല. അതിൻ്റെയാണ് സോളാർ മോഡ് ഓൺ. ഇപ്പോൾ നമ്മളിത് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുമ്പോൾ സോളാർ മോഡ് ഓൺ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്ററും തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ചാർജിങ് സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും സോളാർ യൂസ്. സോളാർ യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് സോളാർ മോഡ് ഓൺ ചെയ്തതിന് ശേഷം നമ്മളിത് ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സോളാറിലേക്ക്, അതായത് നമ്മൾ Mppt വെച്ച് സോളാറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ സോളാറിലേക്ക് മാറും. രാവിലെ ബാറ്ററി ചാർജ് ഫുള്ളായി Mppt റിലേ ഓണായി സോളാറിലേക്ക് മാറും. അപ്പോൾ തന്നെ സിസ്റ്റം ഓൺ ചെയ്യും. അപ്പോൾ തന്നെ ഇവിടെ സോളാർ യൂസ് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിയും. അത് നമ്മൾ രണ്ടും ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ പറ്റും. പിന്നെ UPS മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ UPS സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ UPS മോഡ്, അല്ലാത്ത സമയത്ത് ഇൻവെർട്ടർ മോഡ് ആയിരിക്കും. അപ്പോൾ ഇൻവെർട്ടർ മോഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വീടുകളിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇതാണ് ഇൻവെർട്ടർ മോഡ് എന്ന് പറയുന്നത്. UPS മോഡ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കമ്പ്യൂട്ടർ, നെറ്റ് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് UPS മോഡിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ചുകൾ പറഞ്ഞു വരാൻ ഇത് സോളാറിൻ്റെ ഗ്രിഡ് ചാർജ് ഓൺ സ്വിച്ച് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് UPS മോഡ് ആൻഡ് ഇൻവെർട്ടർ മോഡ്. ഇനി നമ്മളിപ്പോൾ ഇൻവെർട്ടർ മോഡിൽ ഇട്ടിട്ട് സിസ്റ്റം ഓൺ ചെയ്യുകയാണെങ്കിൽ ഇൻവെർട്ടർ ഓൺ എന്ന് വരും. ഇനി അതേസമയം ഇത് UPS മോഡിൽ ഇട്ടിട്ട് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുകയാണെങ്കിൽ UPS ഓൺ എന്ന് വരും. അത് ആ ഒരു സ്വിച്ചിൻ്റെ ഇതിനനുസരിച്ച് ഇൻവെർട്ടർ ഓൺ, UPS ഓൺ എന്ന് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ഫേസ് ഇന്ന്, ന്യൂട്രൽ, ഫേസ് ഔട്ട്, അങ്ങനെ 3 ഓപ്ഷൻസാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് ഏകദേശം 4² mm കേബിളാണ് ഇട്ടിരിക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 5kV ഇൻവെർട്ടറാണ്. നമ്മൾ പറഞ്ഞല്ലോ 3000 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യണം. അപ്പോൾ ഹെവി കേബിൾ തന്നെ ഇടണം. നമ്മൾ ഈ താഴേക്കുള്ള 2 ഒന്നും ഇടാൻ പാടില്ല, മിനിമം 4 ഇടണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഔട്ട് കൊടുക്കുന്നത് 6 ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ ഇൻവെർട്ടർ 2 കൂളിംഗ് ഫാനാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ഫാൻ ഇവിടെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ അകത്തുള്ള സർക്യൂട്ട് ബോർഡുകളെല്ലാം ഇത് ചെയ്യാനുള്ള 220 വോൾട്ട് AC വർക്ക് ചെയ്യുന്ന ഫാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാൻ ഉണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫാൻ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ ഹീറ്റ് ആകുമ്പോൾ അത് അബ്സോർവ് ചെയ്തുള്ള ഒരു ഫാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. ഏകദേശം ഒരു 1.5 മീറ്റർ നീളം വരുന്ന 16 സ്ക്വയർ mm കേബിളാണ് നമ്മുടെ ബാറ്ററി ടെർമിനലിലേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു MCB. ഇത് ചാർജർ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു MCB ആണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വാറണ്ടി നമുക്ക് അറിയാൻ പറ്റും 24 മന്ത്, 2 വർഷമാണ് നമുക്ക് ഇതിന് വാറണ്ടി വരുന്നത്. പിന്നെ നമുക്ക് ഇൻവെർട്ടർ മൊത്തത്തിൽ 2 വർഷം വാറണ്ടി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ട്രാൻസ്ഫോമറിനകത്തിരിക്കുന്ന ട്രാൻസ്ഫോമറിന് 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ മോഡലാണ് LS 500A എന്ന് പറയുന്ന മോഡൽ. പിന്നെ DC 48 സിസ്റ്റം, അങ്ങനെ പറഞ്ഞതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശത്ത് വരുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു ഇൻവെർട്ടറിൻ്റെ അകവശം വരുന്നത്. നമ്മൾ ഇൻവെർട്ടർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ ഡീറ്റെയിൽസാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ മെയിൻ ബോർഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡിലേക്ക് കഴിയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ ബോർഡ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ബോർഡാണ് ഈ ഒരു കാണുന്നത്. പിന്നെ ഈ സെക്ഷൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളും. അതായത് മെയിനായിട്ട് ഡിസ്പ്ലേയിലേക്ക് പോകുന്ന കൺട്രോളും പിന്നെ അതിൻ്റെ റിലേ കട്ട് ഓഫ് ആവുന്നതും നമ്മുടെ ചേഞ്ച് ഓവർ ആവുന്നതും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിലാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് കണ്ടോ ഇവിടെ ഓരോ വയർ എങ്ങനെ ഇതിലേക്ക് പോയേക്കണേന്നെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ വയറുകൾ എവിടേക്കൊക്കെയാണ് പോയിരിക്കുന്നതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓരോന്നും ഫേസ് ഇന്ന്, ഫാനിൻ്റെ ഔട്ട്, അങ്ങനെ ഓരോന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക്, അതായത് മൊത്തത്തിലുള്ള ഇതിൻ്റെ കൺവെൻഷൻ. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് DC എല്ലാം വരുന്നത് ഇതിനകത്തു നിന്നാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 48 സിസ്റ്റത്തിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നെഗറ്റീവ് വരുന്നത് നമ്മുടെ ബോർഡിലേക്കാണ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മോസ്ഫിറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ എൻ്റെ നടുക്കിലുണ്ട് 4 കപ്പാസിറ്ററാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇത് വർക്ക് ചെയ്യാനും ഇതിൻ്റെ കാര്യങ്ങളിന് വേണ്ടി. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ നെഗറ്റീവും കാര്യങ്ങളും ട്രാൻസ്ഫോമറിലേക്ക് പോയിരിക്കുന്നത്. നമ്മുടെ അടിയിലിരിക്കുന്ന ട്രാൻസ്ഫോമറിലേക്ക് പോയിരിക്കുന്ന ഒരു ടെർമിനലാണ് ഇത് രണ്ടെന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഫാൻ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫാൻ. നമ്മൾ പറഞ്ഞിരുന്നു ഇൻവെർട്ടറിൽ നമുക്ക് 2 ഫാൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാൻ എന്ന് പറയുന്നത് ഇതാണ് 220 വോൾട്ട് AC വർക്ക് ചെയ്യുന്ന ഒരു ഹെവി ഫാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യമാണ് നമ്മുടെ ഫ്രണ്ട് മേളേഴ്സ് വരുന്നത്. ഇനി നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹെവി ട്രാൻസ്ഫോമർ. അതായത് 5 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള നമ്മുടെ ട്രാൻസ്ഫോമറാണ് ഇതിരിക്കുന്നത്. നമ്മുടെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു 3000 വാട്ട്സ് വരെ നമുക്ക് ലോഡ് കിട്ടും. ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ 5 വർഷം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കമ്പനി തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 kV ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കോപ്പറിൻ്റെ ഇത് വെക്കാൻ പറ്റില്ല. കോപ്പറിൻ്റെ ഉണ്ട്, അതായത് നമ്മുടെ കമ്പനിയിൽ അലൂമിനിയം ഉണ്ട്, കോപ്പറും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത് അലൂമിനിയാണ്. നമ്മൾ ഈ അലൂമിനിയം വെച്ചത് കസ്റ്റമർ ഇതനുസരിച്ചാണ്. അതായത് നമുക്ക് ഇൻഡസ്ട്രിയൽ ടൈപ്പിൽ ഉപയോഗിക്കുന്ന ഒരു ഹെവി ട്രാൻസ്ഫോമറാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3000 വാട്ട്സ് ലോഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കോപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല കോപ്പറൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പെൻസാണ്, നമുക്കത് പൈസ കൂടുതലാണ്, നമുക്കത് ചില കംപ്ലയിൻറ്റ് ശരിയാക്കാൻ എല്ലാത്തിനും കൂടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് നമുക്ക് നോർമൽ അലൂമിനിയം അല്ല, ഇത് ഇത്രയും ഹെവി ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈ എഫിഷ്യൻസിയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് എനർജി ലോസും കാര്യങ്ങളൊന്നും നമ്മുടെ ഇതിനകത്ത് വരില്ല. കമ്പനി പറഞ്ഞിരിക്കുന്നത് 2 വർഷം വാറണ്ടി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബോർഡും കാര്യങ്ങളും എല്ലാത്തിനും. അതുകൂടാതെ 5 വർഷം വാറണ്ടി നമുക്ക് ഈ ട്രാൻസ്ഫോമറിന് കമ്പനി തരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് തരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു ഫാൻ വരുന്നത്. അതായത് നമ്മൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് കളയാനുള്ള ഫാനാണ്. നമ്മൾ പറഞ്ഞത് 2 ഫാൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാൻ മേളിൽ, രണ്ടാമത്തെ താഴെയാണ് വെച്ചിരിക്കുന്നത്. 220 വോൾട്ട് AC വർക്ക് ചെയ്യുന്ന ഫാനാണ് ഇവിടെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ MCB, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ട്രാൻസ്ഫോമറിലേക്കുള്ള ഇൻപുട്ട് കട്ട് ചെയ്യാനുള്ള ഒരു MCB ആണ്. അത് ഓട്ടോമാറ്റിക് നമ്മൾ പെട്ടെന്ന് നല്ല വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ കട്ട് ആകാനുള്ള ഒരു MCB ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ ഹെവി ഇൻവെർട്ടറിൽ വരുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 5 kV ഇൻവെർട്ടറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെർട്ടറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിൽ നമ്മൾ പാഴ്സലായിട്ട് അയക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ന് അയക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം മാക്സിമം എടുക്കുകയുള്ളൂ, നിങ്ങൾക്ക് അവിടേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.